കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവിക സാന്നിധ്യം ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ഭാഗം ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ടീച്ചർ, അധ്യാപകൻ എന്ന പദമാണ്. പുതിയ നിയമസഭയിൽ ദൈവം 5 വിധ ശുശ്രൂഷകർ ആക്കിയതിൽ അതിൽ 3-ാമത്തെ ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ് ഉപദേഷ്ടാവ് അഥവാ ടീച്ചർ എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയത് ഒരു അധ്യാപകൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ അറിവ് പകരുക എന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മാതൃകയാകുക, ബി പാറ്റേൺ എന്ന ഒരു പദമാണ്. അധ്യാപകൻ കേവലം തൻ്റെ കയ്യിൽ കിട്ടുന്ന പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുകയല്ല, അതാവശ്യമാണ്. അപ്പോൾ തന്നെ ജീവിതം അവരുടെ മുൻപിൽ ഒരു മാതൃകയാകണം എന്നുള്ളതാണ്. നമുക്കറിയാം, കുട്ടികൾ കേൾക്കുന്നതിനേക്കാൾ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ അവർ പഠിക്കുന്നത്. അതുകൊണ്ടാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ സകലത്തിലും നീ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക എന്ന് പൗലോസ് ഓർപ്പിക്കുന്നത്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സകലത്തിലും അവൻ സൽപ്രവർത്തികൾക്ക് മാത്രമല്ല സകലത്തിലും മാതൃകയായിരിക്കണം എന്ന് പൗലോസ് കർശനമായി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒരു അധ്യാപകനിൽ ഉണ്ടായിരിക്കേണ്ട ശ്രേഷ്ഠമേറിയ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സത്യസന്ധതയാണ്, ഇൻറ്റിഗ്രിറ്റി എന്ന് പറയും. 2-ാമത് സമയനിഷ്ഠയാണ്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അത് ആ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ക്രമീകരിക്കുക, മാത്രമല്ല സമയം നാം പാലിക്കുക എന്നുള്ളത് വളരെ കർക്കശമായ ഒന്നാണ്. മറ്റൊന്നാണ് ക്ഷമ. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലവത്തായ ഒന്നാണ് ക്ഷമ. തീർന്നില്ല, ബഹുമാനം. നാം നമ്മുടെ മുൻപിലുള്ള വിദ്യാർത്ഥികളെ ബഹുമാനിക്കുമ്പോഴാണ് അവർ നമ്മെയും ബഹുമാനിക്കുന്നത്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒരു അധ്യാപകൻ ശ്രദ്ധാലുവായിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ആയിരിക്കണം തൻ്റെ മുൻപിലുള്ള വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകേണ്ടത്. ആ പകർന്നു നൽകുന്ന പാഠങ്ങളിൽ നിന്നാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ശിഷ്യഗണങ്ങൾ, വിദ്യാർത്ഥിഗണങ്ങൾ സത്യസന്ധതയിലേക്കും സമയനിഷ്ഠയിലേക്കും ക്ഷമയിലേക്കും ബഹുമാനത്തിലേക്കുമൊക്കെ വളർന്ന് പന്തലിക്കുന്നത്. ഈ പറയപ്പെട്ടതൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിന് പുറമെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളൊരു അധ്യാപകനായി, ഒരു ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ അകത്ത് അർത്ഥമാക്കേണ്ടത്? നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, നമ്മുടെ അനുഭവ സമ്പത്ത് കൊണ്ട്, നമ്മൾ അനുഭവിക്കുന്ന
ആ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മൾ തന്നെ മറ്റുള്ളവരെ മാതൃകയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ മുൻപിലുള്ള ഒരു സ്റ്റുഡൻറ്റ്, അത് ആ വ്യക്തിത്വത്തെ നമ്മളിങ്ങനെ വളർത്തുകയാണ്. വളർത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ. അതൊരു അധ്യാപകനിൽ അടങ്ങിയിരിക്കുന്ന ഗുണമാണ്. ഏത് കഠോര മനുഷ്യനെയും, ഏത് എന്നാ പറയുന്നേ, ഒരു വളരെ മ്ലേച്ഛകരമായ വഷളത്വപരമായ നിലപാടിൽ ജീവിക്കുന്നവനെയും ഒരു അധ്യാപകനെ കൊണ്ട് മെരുക്കിയെടുക്കുവാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ പറയുവാനുണ്ടെങ്കിലും നമ്മൾ ഈ പ്രഭാതത്തിൽ അതിലേക്ക് കടക്കുന്നില്ല. മാർക്ക്, ഗ്രേഡ്, ഇങ്ങനെയൊന്നും ഉള്ളതിന് ഒരു മനുഷ്യനെ വളർത്തിയെടുക്കുവാൻ കഴിയില്ല. ഒരു പക്ഷേ അവൻ കാണാപ്പാഠം പഠിക്കുന്നതിൽ നിപുണനായിരിക്കാം, പക്ഷേ അവനിൽ ഒരു രൂപാന്തരം വരുത്താൻ ഈ പറയപ്പെട്ട ഗ്രേഡിനോ മാർക്കിനോ അവൻ്റെ എക്സലൻസിക്കോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുന്നത് സദൃശ്യ 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളിൽ നിന്നും, അല്ലെങ്കിൽ ഒരു അധ്യാപകരിൽ നിന്നും ഒരു വിദ്യാർത്ഥിയിലേക്ക് പകരപ്പെടേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, അച്ചടക്കം, ഉത്തരവാദിത്ത ബോധം, മറ്റുള്ളവരോടുള്ള കരുതൽ. ഇതൊക്കെ ഒരു ടീച്ചറുടെ, ഒരു ഉപദേഷ്ടാവിൻ്റെ കയ്യിൽ ഭദ്രമാണ്. അത് പകർന്നു കൊടുക്കുക, അതിൽ കൂടെ നമ്മുടെ വിദ്യാർത്ഥികളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. ബാക്കി ഭാഗം നാളെ കേൾക്കാം.